നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ മാനസിക ആരോഗ്യവും ആത്മവിശ്വാസവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മളുടെ മാനസിക ആരോഗ്യവും ആത്മവിശ്വാസവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും നല്ല ഒരു മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മവിശ്വാസം ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ആളിന് മാനസികാരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിച്ചിട്ടുള്ളവർ. അവർക്ക് മാത്രമേ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും എന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും? അവർ വളരെ പ്രൗഢിയോടെ ആയിരിക്കും നടക്കുന്നത്. അവരുടെ തല ഉയർത്തിപ്പിടിച്ച് വളരെ കോൺഫിഡൻസ് തോന്നിക്കുന്ന, അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ പോലും ആ ഒരു ആത്മവിശ്വാസം നമുക്ക് മനസ്സിലാകും, അല്ലേ? അത്ര പവറിലായിരിക്കും അവർ കടന്നു വരുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതായി പോകുന്നത്? തീർച്ചയായിട്ടും അവരുടെ മനസ്സിലേക്ക് എപ്പോഴൊക്കെയോ കടന്നു പോയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ ബിലീഫ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തികൾക്ക് ആത്മവിശ്വാസം ഇല്ലാതായിപ്പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കത് മാറ്റാൻ പറ്റുന്നത് തന്നെയുള്ളൂ. അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു? ആത്മവിശ്വാസം ഒരു മനുഷ്യൻ്റെ ആന്തരിക അവസ്ഥയും മനോഭാവവുമാണ്. അതായത് നമ്മുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ചേർന്നാണ് ആത്മവിശ്വാസം രൂപം കൊള്ളുന്നത്. ആത്മവിശ്വാസമുള്ളവർക്ക് ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാനായിട്ടൊക്കെ സാധിക്കും. കാരണം അവർക്ക് സ്വന്തം കഴിവുകളിലും സാധ്യതകളിലും ഉറച്ച വിശ്വാസമുണ്ട്. മനസ്സും ആത്മവിശ്വാസവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കാം. നമ്മളുടെ ചിന്തകൾ ആത്മവിശ്വാസത്തെ നിർണ്ണയിക്കുന്നു. ഒരാൾ സ്വയം കുറവുള്ളവനാണെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ അനുസരണമായ വ്യക്തിത്വവും പ്രവൃത്തികളും ഉണ്ടാകും. മറിച്ച് ഞാൻ കരുത്തുറ്റവനാണ്, കഴിവുള്ളവനാണ് എന്ന ആത്മനിശ്ചയം പുലർത്തുന്നവർക്ക് ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും ഉയരും. ഇത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ചിന്തകൾ ജീവിതത്തിൽ പ്രതിഫലിക്കും. മാനസികാരോഗ്യവും ആത്മവിശ്വാസവും അനിവാര്യമാണ്. മനസ്സിലൊരുങ്ങുന്ന ഒരു നെഗറ്റീവ് ചിന്തകളും ഭയങ്ങളും എല്ലാം ആത്മവിശ്വാസം ഇല്ലാതാക്കും. ചിന്തകളെ പോസിറ്റീവ് റീഫ്രെയിം ചെയ്ത് ആത്മവിശ്വാസം വളർത്താനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഒരു അനുഭവത്തെ നമ്മളുടെ മനസ്സിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ചിത്രം, അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ മറികടക്കാനായിട്ട് സാധിക്കും. ആത്മവിശ്വാസമുള്ളവരുടെ ബ്രെയിൻ കെമിസ്ട്രി വ്യത്യസ്തമാണ്. അവരുടെ ഡോപ്പോമിൻ ലെവൽ കൂടുതലായിരിക്കും. അതിനാൽ അവർ പ്രവർത്തനശേഷിയുടെയും ഉദ്ദേശബോധത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അറിവും ആത്മവിശ്വാസവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയാലോ. പുതിയ അറിവുകൾ നേടുന്നത് ആത്മവിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും, അല്ലേ? നമ്മൾ ഒരേ അറിവുകളിൽ തന്നെയാണ് നമ്മൾ തുടരുന്നത്, നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ ഒരേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകും. കാര്യം എന്താ? നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള അറിവ് നമ്മളിലില്ല, നമ്മളത് വളർത്തുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ അറിവുകൾ നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കും. അതിനാൽ പഠനവും ആത്മവിശ്വാസവും ഒന്നിച്ച് പോവേണ്ടത് അത്യാവശ്യമാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. ഈ തരത്തിലുള്ള അഫർമേഷൻസ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സെൽഫ് പവർ ഒരു 21 ഡേയ്സ് തൊട്ട് ഒരു 3 months വരെ നമ്മൾ ഈ ഒരു അഫർമേഷൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിക്കുകയും നമുക്കൊരു സെൽഫ് പവർ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ സെൽഫ് ലവ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ്. സ്വയം സ്നേഹം, സെൽഫ് ലവ്. നമ്മളെ തന്നെ ഒന്ന് വിശ്വസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വാസമില്ല, നിങ്ങളെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ സാധിക്കുക, അല്ലേ?
അപ്പോൾ നമ്മളെ വിശ്വസിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യുക, അത് വിജയിപ്പിക്കുക. എന്നിട്ട് ആ ഒരു വിജയം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ ഒരു സർക്യൂട്ട് നിർമ്മിക്കപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കാനും കൂടുതൽ മികച്ച രീതിയിലെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. ആത്മവിശ്വാസത്തോടെ വിജയിച്ചിരിക്കുന്ന ഒരു ചിത്രം, നമ്മൾ എന്താണോ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ മടിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുന്ന നിങ്ങളെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനായിട്ട് ഈ എല്ലാ ടിപ്സും നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം തന്നെ ഇതുമൂലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കാണുന്നത് അതുപോലെയാണ് നിങ്ങളുടെ ലൈഫ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് ഇന്ന് ഈ നിമിഷം മുതൽ മനസ്സിൽ സങ്കല്പിച്ചു തുടങ്ങുക. സങ്കല്പിച്ചാൽ മാത്രം പോരാ കേട്ടോ, അതിനുള്ള ആക്ഷൻസ് എടുക്കുക. തീർച്ചയായിട്ടും ആക്ഷനുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് റിസൾട്ട് തരുന്നത്. ആദ്യം നമ്മളുടെ ഒരു ഉള്ളിൽ നമുക്കൊരു പവർ നമ്മൾ അഫർമേഷനിലൂടെയും വിഷ്വലൈസേഷനുകളിലൂടെയും എല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉൾബോധം നമ്മളിലുണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒരു കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.